കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വോട്ടാൽ രേഖപ്പെടുത്തണമെന്ന് എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ഉള്ളതാണ്. മത്സരം നടക്കുന്ന കഴക്കൂട്ടത്ത് പ്രചാരണം പൊടിപൊടിക്കുകയാണ്. എത്രത്തോളമുണ്ട് അവസാന ഘട്ടത്തിലെ ആത്മവിശ്വാസം? ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ജനാധിപത്യ സഖ്യം വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പോകുന്നത്. ജനങ്ങളുടെ പ്രതികരണം മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വികസനവും വിശ്വാസവുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് BJP സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട് മുന്നോട്ട് പോകുമല്ലേ? തീർച്ചയായിട്ടും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കുത്തരവാദിയായിട്ടുള്ള ഒരാൾ ഈ നാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഒരർഹതയുമില്ല എന്നുള്ളത് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ 10 വർഷക്കാലം MLA ആയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വികസന പദ്ധതികളൊന്നും കാര്യമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണോ അങ്ങയുടെ നിരീക്ഷണം? അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണ് എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. അങ്ങൊരു മുൻ കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ്. രാജ്യസഭാ അംഗമായിരുന്ന സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ 3 ഹൈമാസ് ലൈറ്റുകളെങ്കിലും വച്ചുപിടിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അങ്ങ് ഒരു മുട്ടുസൂചിയുടെ വികസന പ്രവർത്തനം പോലും ചെയ്തില്ല എന്നുള്ള വിമർശനം കൂടി കടകംപള്ളിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നു. അത് തന്നെയാണ് ബോധ്യമാക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഭരണത്തെക്കുറിച്ച് അറിയില്ല എന്ന്. വിദേശകാര്യ വകുപ്പിന്റെ ചുമതല ഹൈമാസ് ലൈറ്റ് വെച്ച് പിടിപ്പിക്കലല്ല, എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹത്തിനുണ്ടാവണം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത് BJP അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CBIക്ക് അന്വേഷണം കൈമാറുമെന്നുള്ളതാണ് NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. എന്താണ് അതിലൊരു പ്രതികരണം? തീർച്ചയായിട്ടും NDAയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗുരുവായൂരും ശബരിമലയും ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡുകൾ BJP അധികാരത്തിൽ വന്നാൽ ഉടച്ചു വാർക്കുമെന്നുള്ളതാണ് NDAയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. അത് കാര്യമായി തന്നെ നടപ്പിലാകുമെന്നുള്ളതാണ്. അതായത് ദേവസ്വം ബോർഡുകൾ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്, NDAയുടെ നിലപാട്. ആ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം മാറേണ്ടി വരും. മെയ് 4 ജനവിധി വരുമ്പോൾ കഴക്കൂട്ടത്ത് താമര വിരിയും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കഴക്കൂട്ടത്തെ NDAയുടെ സ്ഥാനാർത്ഥി വാഹന പര്യടനവുമായി മുന്നോട്ട് പോകുന്നത്. ചന്തവിളയിൽ നിന്ന് കഴക്കൂട്ടത്തേക്ക് പോകുന്ന വീതിയിലാണ് നാം ഉള്ളത്. പ്രവർത്തകരുടെ വലിയൊരു ആരവം തന്നെയുണ്ട്. ഇത്തവണ BJP കഴക്കൂട്ടം പിടിക്കും എന്നുള്ളതിൻ്റെ വലിയ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴക്കൂട്ടത്ത് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.